Hi friends, welcome back to my channel. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. 1/2 കിലോഗ്രാം വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി ഇതുപോലെ ഒരു പ്ലേറ്റിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരല്പം മതി. ഇനി നമുക്കിത് 2-3 തവണ നന്നായിട്ട് തരിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 2-3 തവണ നന്നായിട്ട് തന്നെ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ഓയിൽ തടവി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഓയിൽ തടവി കൊടുക്കാം. നമുക്ക് കേക്ക് മിക്സ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റോളം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 മിനിറ്റോളം നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ക്രീമി ടെക്സ്ചറായി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഒരിക്കലും ബീറ്റർ ഉപയോഗിച്ചിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റാണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ച് ടെമ്പറേച്ചറും ടൈമിലും ഒക്കെ വ്യത്യാസം വരാം. ഇനി നമുക്കിതിന് വേണ്ട ക്രീമാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. 3/4 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ പതിയെ സ്പീഡ് കൂട്ടി കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം ഹൈ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ മോൾഡിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് അല്പം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പോ ചെറി സിറപ്പോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറി സിറപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം.
ഇനി നമുക്കിതൊന്ന് ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അല്പം ചെറി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അങ്ങനെ 3 ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ലെയറും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ എല്ലാ സൈഡും ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഒരുവിധമൊക്കെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതൊന്ന് നമുക്ക് കേക്കിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നോസിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഫ്ലവറൊക്കെ വരച്ചു കൊടുക്കാം. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ച് ഇഷ്ടമുള്ള ഫ്ലവേഴ്സൊക്കെ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് എനിക്ക് പേരെഴുതാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ വിട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ് ഈ കേക്ക്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിലോളൊന്ന് സെലക്ട് ചെയ്യുക. Thank you.